മുനിസിപ്പാലിറ്റി. യെസ്, മിസ് ബിൻസി സെബാസ്റ്റ്യൻ. നമുക്ക് അവരെ കൂടെ അല്ലേ രണ്ട് വ്യക്തികളെ നമുക്ക് ഇനിയും ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റാരുള്ള കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള മിസ് ബിൻസി സെബാസ്റ്റ്യൻ കൂടെ എല്ലാവരും നിറഞ്ഞ കൈയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ഓൾസോ ദി കൗൺസിലർ ഓഫ് കൊല്ലം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയായിട്ട് മിസ് ദിവ്യ മോൾ, ദിവ്യ മാമിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. മനോഹരമായിട്ടുള്ള ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണല്ലേ. അപ്പോൾ ഇത് ആരാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെ അല്ല. നമുക്ക് ഐശ്വര്യയെ പറ്റിയിട്ട് അറിയാത്ത ഒരു മലയാളി പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലെല്ലാം അപ്പുവായും പൗർണമിയായും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ എന്താ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മണിരത്നം ഡയറക്ടോറിയൽ മണിരത്നം സാറിന്റെ ഫ്രെയിമില് ഏറ്റവും പ്രധാന വേഷത്തിൽ നമ്മളെല്ലാവരും സ്വീകരിച്ച പൂങ്കുഴലിയായിട്ട് കൂടി എത്തിയൊരു വ്യക്തിയാണല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു MBBS കഴിഞ്ഞ് 26-ാം വയസ്സിലാണല്ലേ ആക്ടിങ്ങിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനുശേഷം വളരെ ചുരുങ്ങിയ വർഷത്തിലാണ് പൂങ്കുഴലി ആയിട്ട് പോലും എത്തുന്നത്. അതായത് നമ്മൾ നോക്കേണ്ട കാര്യം, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഏറ്റവും ചുരുങ്ങിയ വർഷത്തിൽ ഒരു സക്സസ് റേറ്റ് ഇത്രയും അധികം ലഭിച്ചൊരു വ്യക്തി കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തൊരു മറ്റൊരാളുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദി വൺ ആൻഡ് ഓൺലി ഐശ്വര്യ ലക്ഷ്മി ഒന്നുകൂടി സ്വീകരിക്കാൻ സുമാനുള്ള നല്ലൊരു കഴിവോടുകൂടി തന്നെ നമ്മുടെ സിൽക്കോണിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിലേക്ക് നമ്മുടെ സ്വന്തം ഐശ്വര്യെ നമുക്ക് ക്ഷണിക്കാം. എന്തായാലും നമ്മുടെ കൊല്ലത്തിന്റെ ഈ മണ്ണിലെത്തിയ പ്രിയപ്പെട്ട ഐശ്വര്യയെ എന്തായാലും രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും മനോഹരമായിട്ടുള്ള നല്ലൊരു കൈഡി, എല്ലാവരും മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് നല്ലൊരു കൈഡി കൊടുത്താട്ടെ, നമ്മുടെ നാടിന്റെ ഒരു സ്വീകരണം കൊടുത്താണ്, നല്ലൊരു കൈഡി കൊടുത്താണ്. ഓക്കെ, എന്തായാലും രണ്ട് വാക്ക് സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു. നല്ല ചൂടത്ത് നിൽക്കാമെന്നറിയാം. താങ്ക് യു സോ മച്ച് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് സിൽക്കോണിന്റെ ഉദ്ഘാടനത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. കോട്ടയത്തിന് വന്നിട്ട് കോട്ടയത്തിൽ വരാനായിട്ടുള്ള അവസരം എനിക്ക് അധികം ലഭിച്ചിട്ടില്ല. മരത്തിന്റെ ചൂടുന്ന ഭാഗമുണ്ടായിരുന്നു. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ മാനേജ്മെന്റിനോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. വെരി വെരി ഹാപ്പി ടു ബി ഹിയർ. സിൽക്കോൺ എന്നുള്ള ബ്രാൻഡ് ഞാൻ കുട്ടിക്കാലം പോലും നമ്മൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ടു നോ ദാറ്റ് യു ആർ സ്റ്റിൽ ഗ്രോയിങ്, ഇറ്റ് ഓൺലി മീൻസ് വൺ തിങ്, ജനങ്ങൾ എപ്പോഴും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വെരി ഹാപ്പി പാർട്ട് ഓഫ് ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് മനോഹരമായിട്ടുള്ള കുറച്ച് വാക്കുകളിൽ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഒതുക്കിയ പ്രിയപ്പെട്ട ഐശ്വര്യക്ക് എല്ലാവരുടെ ആശംസകൾ ഞങ്ങൾ ഭാഗം നേരുന്നു. ഓക്കെ, അടുത്ത എന്തായാലും നമുക്ക് ഐശ്വര്യയെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ലൊക്കേഷൻ ഇടയ്ക്കാണ് നമുക്ക് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങോട്ട് എത്തുന്നത് അല്ലേ. ഒരുപാട് എന്താ പറയാ, നമുക്ക് ഈ ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എത്രത്തോളം എനർജറ്റിക് ആണ്, എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പൊ എങ്ങനെയാണ്, ഹൗ യു സ്റ്റിൽ മാനേജ് ടു ബി ലൈക്ക് ദിസ് ഗോർജിയസ് യു. ആൻഡ് ഓൾസോ ഞങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ആക്ട്രസ് കൂടിയാണ് ഐശ്വര്യ ലക്ഷ്മി. അപ്പൊ സിൽക്കോൺ എന്ന് പറയുന്നത് യു ഓൾറെഡി സെഡ് ദാറ്റ് ഐശ്വര്യയെ സംബന്ധിച്ചിടത്തോളം തൊട്ടേ അറിയുന്നൊരു ഇതാണ്. കാരണം 80 വർഷത്തെ കഥയാണ്, 80 വർഷത്തെ ലെഗസിയാണ് സിൽക്കോണിനുള്ളത്. മാത്രമല്ല സിൽക്കോൺ എന്ന് പറയുന്നത് തന്നെ ഇഷ്യൂസ് ആൻഡ് ബാഗ്സ് കൂടാതെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചായ ഹൗസ് ഉണ്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഉടനീളം തന്നെ. മാത്രമല്ല ലൈക്ക് നമ്മൾ 2 വർഷത്തിൽ തന്നെ 100 സ്റ്റോഴ്സ് ആണ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അല്ലേ. നോ അബൌട്ട് ദിസ് അല്ലേ. എന്തായാലും അറിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ ഓരോ വ്യക്തിയും ഇത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഐശ്വ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഒരുപാട് സമ്മാനങ്ങളെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 2 ആൾക്കാരെ ഇവിടെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇനാഗുറേഷനിലേക്ക് പോകുന്നത് അല്ലേ, അതോ ഇനാഗുറേഷൻ? അതെ, നമ്മൾ എന്തായാലും കാരണം 2 വ്യക്തികളെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞാണ്. ബാക്കി നമ്മൾ എന്തായാലും ഇനോഗ്രേഷന് ശേഷമായിരിക്കും. അപ്പൊ നിങ്ങൾ ആരും പോകരുത്. അപ്പൊ ആദ്യം ആ 2 വ്യക്തികൾ ആരാണ് നിങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്നവർക്ക് അറിയാലോ. അപ്പൊ അവർക്ക് ഒന്ന് വഴി കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 പേര് എന്താണ് നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ, അവർക്ക് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ചോദ്യത്തിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളിവിടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ അത് വനിതകൾക്കാണ് കേട്ടോ. പ്രിയപ്പെട്ട ഐശ്വര്യ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന്
മനോഹരമായിട്ടുള്ള ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ആദ്യം തന്നെ അർഹരായിട്ടുള്ള രണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഈ നാട്ടുകാരാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അവര് ഈ നാട്ടുകാർക്ക് തന്നെ നമ്മുടെ മനോഹരമായിട്ടുള്ള സമ്മാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇനാഗുറേഷനിലേക്ക് നമുക്ക് കടക്കാം. അതാണ് അല്ലെ, ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം കൊടുത്ത് നമ്മുടെ നാട്ടുകാരെ സ്വീകരിച്ച് നമ്മുടെ നാട്ടിലാണ് അല്ലെ, പള്ളത്താണ്. അപ്പൊ പള്ളത്തെ രണ്ടുപേർക്ക്, പള്ളം തന്നെയല്ലേ സ്ഥലം, ഓക്കെ, ആ പള്ളത്തെ പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം കൊടുത്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ എന്തായാലും ഐശ്വര്യയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് നൽകുവാനായി. അപ്പൊ ഈ ഗിഫ്റ്റ് ഇവര് മേടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല മനോഹരമായിട്ടുള്ള ഒരു കയ്യടി മനോഹരമായിട്ടുള്ള നൽകുക. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഐശു വരുന്നതിന് മുന്നേ ആയിട്ട് ഇവർക്ക് രണ്ടുപേരും ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. അതിനുള്ള ഉത്തരം നമുക്ക് ലേഡീസിനാണ് നമ്മൾ ഈ ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 5 ലേഡീസിന് നമ്മൾ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 2 പേര് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൽ നിന്ന്. അപ്പൊ ഈ 2 പേരാണ് അവർ. അപ്പൊ മുന്നിലോട്ട് വരാം. എന്തായാലും നിങ്ങൾ 2 പേരും ഈ ഗിഫ്റ്റിന് അർഹരായത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഐശ്വര്യന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു സമ്മാനം. അല്ല, ഈ ഗിഫ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടെ. അതായത് ഐശ്വര്യലക്ഷ്മി ഒരു സിഗ്നേച്ചർ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ നൽകിയാണ് ആ ഒരു ഇതില് ഒരു ഫുട്വെയറിൽ ചെരുപ്പില് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ നൽകുന്നത്. അപ്പൊ നല്ലൊരു കൈയടി, അത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ്. അത് ഏറ്റുവാങ്ങുന്നവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും പള്ളത്തെ എല്ലാ നിലവരും ഇവിടെ ഒരു ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നമ്മുടെ സിൽക്കോന്റെ പേരിൽ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇനിയും നമ്മൾ ഇതിന് ശേഷവും നമ്മൾ വനിതകൾക്ക് വേണ്ടി ഇനി ഒരു 3 ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ ഉടനെ തന്നെ ചോദിക്കുന്നതായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് മനോഹരമായിട്ടുള്ള സമ്മാനം നൽകുന്നതായിരിക്കും. അതെ, ആദ്യം തന്നെ പറയുന്നത് സിൽക്കോണിനോട് വലിയൊരു നന്ദി പറയാനുള്ളത്. സിൽക്കോൺ ജ്യൂസ് പള്ളത്തിന് വേണ്ടി ഒരുക്കി ഈ ഒരു സമ്മാനം ഏറ്റവും വില മതിക്കുന്നതാണ് അല്ലെ. നമ്മുടെ സിൽക്കോണിന്റെ ഏറ്റവും പ്രീമിയം കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ ലേഡീസിന് നമ്മുടെ സൂപ്പർ